ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് റമദാൻ ഡേ 1 ആണ്. എൻ്റെ മോള് ആദ്യമായിട്ട് നോമ്പ് പിടിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. മോള് നോമ്പ് പിടിക്കുന്നതെന്ന് പറഞ്ഞപ്പം പിടിക്കണ്ട എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഇടയത്താഴത്തിന് വിളിച്ചപ്പോഴത്തേക്ക് ഒരു മടിയും കൂടാതെ എണീറ്റ്. അപ്പം നമ്മൾ ഇടയത്താഴത്തിന് ചോറാണ് അതൊക്കെ കഴിച്ച് നമസ്കരിക്കാനൊക്കെ വന്ന് അന്നേരമൊക്കെ ഭയങ്കര ഉത്സാഹമായിട്ട് നല്ലതുപോലെ നമസ്കരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ സുബഹി നമസ്കരിച്ചിട്ട് പിന്നെ പഠിത്തമില്ലല്ലോ, ഞായറാഴ്ചയല്ലേ, പോയി കുറച്ച് നേരം കൂടെ പോയി കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റപ്പോൾ നല്ല മഴ രാവിലെ തൊട്ട് നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു കേട്ടോ. തലേന്നൊക്കെ നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും ക്ഷീണമില്ലായിരുന്നു. പിന്നെ ഞാൻ രാത്രിയത്തേക്ക് വേണ്ടി അരിയൊക്കെ അരച്ച് വെച്ചു അപ്പത്തിന്. പിന്നെ മോളെയൊക്കെ കുളിപ്പിച്ച് ഞങ്ങളെല്ലാവരും കുളിച്ച് നിസ്കരിച്ച് തൊട്ടിയിലൊക്കെ കിടന്ന് ഇങ്ങനെ ഒരു തൊട്ടി പണ്ടത്തെ കയറ് കിടപ്പുണ്ടായിരുന്നു, അതൊന്നും കൂടെ ഒന്ന് കെട്ടിക്കൊടുത്തു കേട്ടോ. കെട്ടിക്കൊടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് കിടന്ന് കളിക്കുകയും പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം തൊട്ടിയിലൊക്കെ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പം വെളിയിൽ ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. നോക്കിയപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടല്ലേ കുറേ മയിലുകൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മേളിൽ നിന്നും ഒക്കെ വീട്ടിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് ഇത് മൊത്തം നമ്മുടെ വീട്ടിൻ്റെ മണ്ടയിലായിരുന്നു തോന്നുന്നു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് 9 എണ്ണം അങ്ങാണ്ടുണ്ട്. അങ്ങനെ കുറേ നേരം പുറത്തൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് തൊട്ടിയിൽ കിടന്ന് കളിക്കുന്ന കണ്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പം ക്ഷീണം കാരണമായിരിക്കും ഉറങ്ങിപ്പോയി മോള്. അങ്ങനെ വിശക്കുന്ന അങ്ങനൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ ഫ്രൂട്ട്സൊക്കെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മുസമ്പി വേണം അങ്ങനൊന്നും പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ നിർബന്ധമോ കരച്ചിലോ അങ്ങനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നേരം കൂടെ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോൾ ഓക്കെയാണ്. പിന്നെ പോയി, നല്ല തണുപ്പും കൂടെ ആയിരുന്നല്ലോ, അപ്പോൾ പോയി കിടന്ന് കുറേ ഉറങ്ങി തന്നെയായിരുന്നു. ഇന്ന് ഫുള്ള് മോൾ ഉറക്കമായിരുന്നു, വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ലായിരുന്നു.
ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ചെക്കപ്പിന്. നേരെ എടുക്കാം. പിന്നെ അതാ മക്കൾ രണ്ടുപേരും പള്ളിയിലാണ് കേട്ടോ നോമ്പ് തുറക്കാനായിട്ട് പോയത്. ഞാനും മോളും മാത്രമാണ് വീട്ടിൽ. അങ്ങനെ അവർ നോമ്പ് തുറക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പം ഇതാ കട്ടിലിൽ നിന്ന് എണീറ്റ് വന്ന് നേരെ സെറ്റി വന്ന് കിടന്ന്. പിന്നെ ഇതാ നോമ്പ് തുറക്കാൻ ഇനി 5 മിനിറ്റും കൂടെ ഉള്ളു കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ മോൾക്ക് ക്ഷീണമൊക്കെ ഉണ്ട് മുഖത്ത്. എന്നാലും അൽഹംദുലില്ലാ നല്ലതുപോലെ തന്നെ മോള് പിടിച്ച്. ഞാൻ വിചാരിച്ചു ഇനിയും പിടിക്കത്തില്ല എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് ചോദിച്ചപ്പോഴും പറഞ്ഞ് ഞാൻ നാളെയും പിടിക്കുമെന്ന്. പക്ഷെ നാളെ
പഠിത്തമുള്ളത് കൊണ്ട് തന്നെ പിടിപ്പിക്കുന്നില്ല. അങ്ങനെ എൻ്റെ മോള് ആദ്യമായിട്ട് നോമ്പ് പിടിച്ച് പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. നോമ്പ് പിടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി പിടിക്കുന്നുണ്ടോ നോമ്പ്? സാധാ നോമ്പാന്നോ പിടിക്കുന്നത്? ഇനി തൊട്ട് ചട്ടി നോമ്പാന്നോ പിടിക്കുന്നത്? സാധാ നോമ്പാന്നോ? ഇനിയും പിടിക്കുവോ? അപ്പോൾ അതാ മക്കളെ രണ്ടുപേരും ഇനി തറാവി നമസ്കരിക്കാനായിട്ട് പള്ളിയിലോട്ട് പോവാണ്. അപ്പം ടോർച്ചൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ഒന്ന് വാപ്പുമാടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത്. നോമ്പ് കുറിക്കാൻ പോയപ്പോഴത്തേക്ക് ടോർച്ച് കൊണ്ടുപോകാനായിട്ട് മറന്നുപോയി. അങ്ങനെ വാപ്പുമാട അവിടെ നിന്ന് ടോർച്ചൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം നമ്മുടെ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരല്പം വെട്ടമുള്ളത്. പിന്നെ താഴോട്ട് കുറച്ച് 2 വീടിൻ്റെ അവിടെ ഒട്ടും വെട്ടമില്ല, വളവിൻ്റെ അവിടെ ഒട്ടും വെട്ടമില്ല. അപ്പം അങ്ങനെ ടോർച്ചൊക്കെ പിടിച്ച് പോയിട്ടുണ്ട്. മോളിതാ നാളെ പഠിത്തമുണ്ടല്ലോ, അപ്പം ഹോംവർക്കൊക്കെ ഉണ്ടോ നോക്കി ഹോംവർക്കൊക്കെ എഴുതി വെക്കുകയാണ്. പിന്നെ അതാ മക്കളൊക്കെ വന്ന് പിന്നെ ഞങ്ങൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ നമ്മുടെ റമദാൻ ഡേ 1 അങ്ങ് കഴിഞ്ഞു. ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. എൻ്റെ മോൾ ആദ്യമായിട്ട് നോമ്പ് പിടിച്ച ദിവസവും കൂടെ ആയിരുന്നു. അതിൻ്റെ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് നോമ്പ് മുഴുവൻ എല്ലാവർക്കും നല്ലതുപോലെ തന്നെ പിടിക്കാനായിട്ട് പടച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.